ഹലോ ഹായ്, ഞാൻ നിങ്ങളുടെ അച്ചസ്. അപ്പോൾ എന്താ പറയുക, ഈ ധൃതി വെച്ച് ഞാൻ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടിൽ പോകാം കേട്ടോ. അപ്പോൾ എന്താ പറയുക, പെട്ടെന്നാണ് ഞാനൊരു കാര്യം ആലോചിച്ചത്. അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഞാൻ വീട്ടിൽ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ പിന്നെ എന്നെ സ്റ്റോപ്പിൽ കൊണ്ടാക്കി. ഞങ്ങൾ പിന്നെ ബസ്സിൽ കയറി. ദിദിക്കുട്ടി കുറച്ച് നേരം ചിരിയും കളിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി പാവം ഉറങ്ങിപ്പോയി. അങ്ങനെ ഞാൻ വീട്ടിൽ പോകാനുള്ള ബസ്സിൽ കയറിയിരിക്കുകയാണ് ഗൈസ്. ഏകദേശം സമയം 5-5:30 ആയിട്ടുണ്ട് ഞാൻ അവിടുന്ന് കയറിയപ്പോൾ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ചെന്ന് ഇറങ്ങാം എന്നുള്ളത് കൊണ്ട് കുഴപ്പമില്ല, എപ്പോഴും ബസ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ നേരെ വന്ന് ഞങ്ങളുടെ ജംഗ്ഷനിൽ ഇറങ്ങി. ഇതാ ഈ കാണുന്നതാണ് ഞങ്ങളുടെ കുരിശടി പുണ്യാളൻ, ഞങ്ങളുടെ പുണ്യാളൻ ഗീവർഗീസ് പുണ്യാളൻ. ഞങ്ങളെപ്പോഴും പൈസയൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചിട്ടേ പോവുള്ളൂ. അപ്പോൾ ആ കാണുന്നത് ഓപ്പോസിറ്റ് കടയിൽ നിന്നാണ് ഞാൻ എപ്പോഴും വന്നാലും സാധനം വാങ്ങിയത്. ഞങ്ങളുടെ മാമനാണ്. അപ്പോൾ എന്താ പറയുക, ആ ബേക്കറി കയറി ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ നിധിക്കുട്ടി എഴുന്നേറ്റ്. നിധിക്കുട്ടി നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ നിധിമോൾ എഴുന്നേറ്റ്. ഞാൻ തണുപ്പൊക്കെ ആയതുകൊണ്ട് സ്വെറ്റർ ഇട്ടുകൊണ്ടാണ് പോയത് തലയിൽ കൂടെ. അപ്പോൾ നിധിമോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഒരു വല്ലാത്തൊരു മൂശാട്ടിലിരിക്കുകയാണ്. ഞാൻ ചെന്നേച്ച് ഞാൻ ആദ്യം തന്നെ അവിടെ ഇരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറച്ച് ബേക്കറി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഈ ഇരിക്കുന്ന ബിഗ് ഷോപ്പറിൽ എന്താണെന്ന് ചോദിച്ചാൽ ഗൈസ്, കഴുകാനുള്ള തുണിയാണ്. ഞങ്ങളുടെ വീടിന് തൊട്ടടുത്ത് ആറുണ്ട് കേട്ടോ. ഞാൻ മിക്കപ്പോഴും വീട്ടിൽ വരുമ്പോൾ ഞാനിങ്ങനെ ഈ തുണിയും കെട്ടിപ്പറിക്കേണ്ടേ വരികയുള്ളൂ. പിന്നെയും ചെന്നിട്ട് നമ്മൾ തന്നെ ചെയ്യണ്ടേ. അപ്പോൾ ഇതാവുമ്പോൾ കഴുകി അങ്ങ് ഇട്ടിട്ട് തന്നാൽ കുഴപ്പമില്ല, ഉണങ്ങിയൊക്കെ ചിലപ്പോഴൊക്കെ ഞാൻ കൊണ്ടുവരും ഞങ്ങളുടെ ഇവിടെ വെള്ളത്തിന് കുറവൊക്കെ ആകുമ്പോൾ. സോ ഇതുപോലെ ഞാൻ ബിഗ് ഷോപ്പറിനകത്ത് കുറച്ച് തുണിയും വാരിക്കെട്ടി വീട്ടിൽ പോകും, കഴുകി ഉണക്കി തിരിച്ച് വൈകുന്നേരം ആകുമ്പോൾ തിരിച്ച് വീട്ടിൽ വരും. അങ്ങനെയായിരുന്നു ഞാൻ. ഇടയ്ക്കൊക്കെ ഞാൻ പോകും കേട്ടോ. ഇപ്പം ഞങ്ങളൊരു ഹോസ്പിറ്റൽ കേസായിട്ട് പോകണം, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ വന്നത്. പെട്ടെന്നാണ് ഞാൻ ഡേറ്റിൻ്റെ കാര്യം ഓർത്തത്. നിധിക്കുട്ടി എന്താണെന്ന് അറിയില്ല, ഇരുട്ട് കണ്ടിട്ടാണോ അതോ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിൻ്റെ ആണോ എന്തോ ഒരു വല്ലാത്ത മൂശാട്ട പോലെ കിടന്ന് ഉറങ്ങുകയാണ്. ഒരു ചെറിയ എന്താ പറയുക, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിൻ്റെ ഒരു ക്ഷീണം. അങ്ങനെ എൻ്റെ പൊന്നാങ്ങളെ വന്നാണ് എന്നെ കൊണ്ടുപോകുന്നത് ഞങ്ങളുടെ വീട്ടിലോട്ട്. അപ്പോൾ ഞാൻ നേരെ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങളുടെ അമ്മയും നാത്തൂനും എന്നെ കാത്തിങ്ങനെ വെളിയിൽ നിൽപ്പുണ്ട്. അപ്പോൾ ഇനി നാളെ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.